എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നീ എന്നോട് ക്ഷമിക്കുമെന്ന്. അകത്തേക്ക് വാ. ആരായിരുന്നു ഈ പെൺകുട്ടി? അവളുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇത്രയും വലിയ അക്രമം നേരിടേണ്ടി വരുന്നു. പ്രിയ എന്ന പെൺകുട്ടിയോട് ഇത്രയും വലിയ ശത്രുത അവർക്ക് എങ്ങനെ വന്നു? ഇത്ര വലിയ തെറ്റെന്താണ് അവൾ ചെയ്തത്? ഇത്ര വലിയ ശിക്ഷ കിട്ടാനായിട്ട്? നമസ്കാരം, ഞാൻ ഗിരീഷ് ജെയിൻ. ക്രൈം അലർട്ടിന്റെ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് മുംബൈക്ക് അടുത്തുള്ള വസായി എന്ന സ്ഥലത്ത് നടന്ന മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം. ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാൻ നമ്മൾ ഇതിന്റെ പുറകെ യാത്ര ചെയ്യേണ്ടി വരും. ആ ശരിയടാ, ഞാൻ ദേ വരുന്നു. കുറച്ചേരം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്താ വന്നു. എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്? നിനക്കൊന്ന് നേരത്തെ വന്നൂടെ? പൂജ, നിന്റെ ടിഫിൻ റെഡിയാണ്. ആ ദാ വരുന്നു അമ്മേ. ഒന്ന് വേഗം വാ, ഞാൻ വെയിറ്റ് ചെയ്യാ. മോളെ, നിന്റെ ടിഫിൻ റെഡിയാണ്. ആ ശരി, ഞാൻ പിന്നീട് വിളിക്കാം. ദാ വരുന്നമ്മേ. എടുക്ക്. ശരി അമ്മേ. നോക്കിയിട്ടൊക്കെ പോണം. ബൈ ബൈ അച്ഛാ. ബൈ മോളെ. മോളെ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട വേണ്ട അച്ഛാ, ഞാൻ പൊക്കോളാം. ഓക്കേ. ബൈ അച്ഛാ. ഇതാ നിങ്ങളുടെ ടിഫിൻ. ഇന്ന് എനിക്ക് സത്സംഗിന് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നീ ദിവസവും സത്സംഗി ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? പിന്നെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാനാ? നിങ്ങൾ ഓഫീസിലേക്ക് പോകും, പൂജ കോളേജിലേക്കും പോകും. സത്സംഗിന് പോയ ഒരു 4 ആളെ കാണുകയെങ്കിലും ചെയ്യാലോ. ശരി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾ ഒരു 2 മിനിറ്റ് നിൽക്കുക, ഞാൻ ഇപ്പൊ വരാം. ചേട്ടാ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. കൊള്ളാലോ, ഹാൻസം ആയിട്ടുണ്ട് കാണാൻ. അല്ല, അതിരിക്കട്ടെ, എന്താ പെട്ടെന്ന് ഇവിടെ? ചേട്ടന്റെ ഓർമ്മ വന്നപ്പോ ഞാനിങ്ങി പോന്നു. പ്രിയ ചേച്ചി. എന്റെ മോളെ, നിനക്ക് സുഖാണോ? സുഖായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. പ്രിയ എന്നെ ഫോൺ ചെയ്തിരുന്നു. അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. അല്ലേ പ്രിയ? ഇത് നിന്റെ വീടാണ്. ഭക്ഷണവും റെഡിയാ. നീ ഒന്ന് ഫ്രഷ് ആവ്, വിശ്രമിക്ക്, ഭക്ഷണം കഴിക്ക്. ഞാൻ വന്നിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഓക്കെ? ശരി ചേച്ചി, ടെൻഷൻ ആവണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. ശരി മോളെ, ശരി പോകാം. എന്റെ ടിഫിൻ. വേഗം. ശരി, നടക്ക. കുഞ്ഞമ്മ എപ്പോഴാ വന്നത്? പൂജയോടൊപ്പം ഇത്രയും വൃത്തികേട് കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ചിറ്റേ, ഒരു കാര്യം ഞാൻ പറയുന്നത് കേക്ക്. നിനക്ക് ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട്. പറയടി, എന്താടി മിണ്ടാതിരിക്കുന്നത്? ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? നിന്റെ വായിൽ എന്താ ഇരിക്കുന്നത്? എന്താ ഒന്നിനും ഉത്തരവില്ലേ? പറയടി. പുഷ്പ, നിങ്ങൾ മിണ്ടാതിരിക്കുക. ഇന്ന് നിങ്ങൾ ഒന്നും പറയരുത്.
ഞാൻ അതിന് എന്താ ചെയ്തത്? നിങ്ങൾ എല്ലാവരും എന്തിനാ എന്നെ വഴക്ക് പറയുന്നത്? വൃത്തികെട്ടവളെ, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ പിന്നെയും ഞങ്ങളോട് ചോദിക്കുക എന്താ ചെയ്തതെന്ന്. നിനക്ക് നാണമില്ലേ? ചേച്ചി പോട്ട് വിട്. പൂജ ഇനി ഒരിക്കലും ആ പയ്യനെ കാണത്തു പോലുമില്ല. എടി പൂജെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാണ്. ഇനി നീ ഒരു പ്രാവശ്യം കൂടി ആ പയ്യനെ കണ്ട, ഞാൻ ആ പയ്യനെ കുറിച്ച് പോലീസ് കംപ്ലൈന്റ് ചെയ്ത് അവനെ പിടിച്ച് അകത്തിടും. പിന്നെ ഈ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങലുണ്ടാവില്ല, മനസ്സിലായോ? കുഞ്ഞമ്മ എന്താ പറഞ്ഞേ? നിന്റെ കുഞ്ഞമ്മ എന്താ പറഞ്ഞേ? കുഞ്ഞമ്മ അമ്മയുടെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് പിന്നെന്താ, അമ്മ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാ. ഇനി ഞാൻ നിന്നെ വന്ന് കാണുകയാണെങ്കിൽ നിന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുന്ന പറയുന്നേ, തല്ലി നിന്റെ എല്ലാം ഒടിക്കുന്ന പറയുന്നേ. പൂജ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാമേ. ഹാ കുഞ്ഞമ്മേ, വാ പുറത്തു വാ, ഡിന്നർ റെഡിയാ. എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പൊന്നുമില്ല. ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് പുറത്തിറങ്ങി വരുന്നുണ്ടോ? എല്ലാരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. ദേഷ്യം നീ ഒരിക്കലും ഭക്ഷണത്തോട് കാണിക്കരുത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശപ്പില്ലാന്ന്. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. ഹലോ, ആരാത് പൂജ? കുഞ്ഞമ്മയാ. ആദ്യം എന്നെ അടിച്ചു, ഇപ്പൊ എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കാം. എന്നെ മുഴുവനായിട്ടും ഡിസ്റ്റർബ് ചെയ്യാ. നീ ടെൻഷൻ എടുക്കാതെ. നിന്റെ അമ്മ കുഞ്ഞമ്മ രണ്ടിനെ നോക്കണം. രണ്ടിനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ശരി, നീ ഫോൺ വെക്ക, ഞാൻ നോക്കട്ടെ. പൂജ എന്ത് പറഞ്ഞു? അവക്ക് വിശപ്പില്ലെന്നാ എന്നോട് പറഞ്ഞത്. എന്താ? എല്ലാം അവളുടെ ഡ്രാമയാണ്. നമ്മളോടുള്ള ദേഷ്യത്തിന് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എത്ര കാലം പട്ടിണി കിടക്കുന്നു ഞാൻ ഒന്ന് നോക്കട്ടെ. അല്ല പെണ്ണെ, ഈ നൈറ്റ് നിനക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. വാ കഴിക്കേ. ആ, ആ കൊള്ളാലോ. എന്തു പറ്റി? ഇന്ന് നല്ല പനീർ കറിയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ പ്രിയ, ഇന്ന് നീ കാരണം മട്ടൻ പനീർ കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടായി. ചേട്ടൻ എന്റെ കൂടെ ആയിരുന്നെങ്കിലുണ്ടല്ലോ, ദിവസം ഞാൻ ഉണ്ടാക്കി തന്നേനെ. പ്രിയ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അത് പിന്നെ എന്റെ മുറിയിലോട്ട് ആരോ വന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോ ഇവിടെ എങ്ങും ആരും കാണാനില്ല. വാതില് തുറന്നു കിടക്കായിരുന്നു. പ്രിയ, ഈ ഡോർ അല്പം ലൂസാ. നല്ല കാറ്റടിച്ചാൽ അത് തനിയെ തുറക്കും. ചിലപ്പോ നീ ക്ലോസ് ചെയ്യാൻ മറന്നതായിരിക്കും. നീ ചെല്ല്, ഞാനിതങ്ങ് ക്ലോസ് ചെയ്തേക്കാം. അല്ല പ്രിയ, ഇത്രയും രാവിലെ റെഡിയായി നീ എങ്ങോട്ട് പോവാ? ഞാനൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ ചേച്ചി? ഇന്നാണ് അതിന്റെ ഇന്റർവ്യൂ. അത് നന്നായി. ഇത് നല്ല കാര്യമാണല്ലോ. പക്ഷെ എവിടെയാ പോകേണ്ടത്? നീ എങ്ങനെയാ പോവാ? അല്ല, പ്രിയ എന്നോട് അഡ്രസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തോളാം. എന്നാ വരൂ മാഡം, ദേ ഡ്രൈവർ റെഡിയാണ്. ഞാൻ ഇന്ന് നേരത്തെ വരാൻ പറഞ്ഞതാ, പക്ഷെ അദ്ദേഹം ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. എവിടെ പോയതാണാവോ? മൊബൈൽ ആണെങ്കിലോ അതും സ്വിച്ച് ഓഫ് ആണ്. അല്ല, ഇത് നിങ്ങൾ എവിടെ പോയതാ? നിങ്ങളുടെ മൊബൈലും സ്വിച്ച് ഓഫ് ആണല്ലോ. അതിന്റെ ഫോണിന്റെ ബാറ്ററി ഡൗൺ ആയി പോയി. പക്ഷേ ഇത്രയും സമയം നിങ്ങൾ എവിടെയായിരുന്നു? ജോലിയായിരുന്നു, വേറെന്ത് ചെയ്യാനാ? എന്താ ചേച്ചി ഇത്? ചേട്ടൻ കേറി വന്ന ഉടനെ തുടങ്ങിയോ ചേച്ചിയുടെ ചോദ്യങ്ങള്? ചേട്ടാ, ഇന്ന് ഞാൻ എന്റെ കൈകൊണ്ട് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറ ചേച്ചി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന്. നിങ്ങൾ തന്നെ കഴിക്കേ, എനിക്കിപ്പോ വിശക്കുന്നില്ല.
ചേട്ടാ എന്തു പറ്റി? എന്തോ വലിയ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. ഒന്നുമില്ല പ്രിയ, ജോലിയുടെ ടെൻഷനാ. നീ പോയി കിടന്നുറങ്ങ്. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യാൻ പോവാ. പക്ഷെ നീ പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കലും ചെയ്യില്ല, മനസ്സിലായോ? ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് സംസാരിച്ച് മനസ്സിലാക്കണം. ആ ശരി ചേച്ചി. ചേച്ചി ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം. ആ ഇനി എത്ര സമയം എടുക്കും? ശരി ശരി ശരി. ആ ആഹാ ചേട്ടൻ വന്നോ? പ്രിയ, നിന്റെ ചേച്ചി എവിടെ? ചേച്ചിയോട് സംസാരിച്ചോണ്ടിരുന്നേ. ചേച്ചി പുറത്തു പോയിരിക്കുക, വരാൻ സമയം എടുക്കുന്ന പറഞ്ഞ്. ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നോണ്ട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് കാര്യം എന്തെങ്കിലും ഒന്ന് പറ. ഇപ്പൊ ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? പ്രിയ, എനിക്കിതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. ഒരുപാട് ക്ലിപ്പിംഗ്സ് എൻ്റെ കയ്യിലുണ്ട്. നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പറയുന്നത് നീ ചെയ്തില്ലെങ്കിൽ ഈ ക്ലിപ്പിംഗ് നാട് മുഴുവൻ കാണും. ആരാ സംസാരിക്കുന്നേ? ആരെന്നാ ചോദിച്ചേ? മര്യാദയ്ക്ക് ആരെന്ന് പറയുന്നുണ്ടോ? ഞാൻ ചത്താലും ശരി, നീ പറയുന്നത് ചെയ്യില്ല. എന്താ ചേട്ടാ ഇത്? ആരാ ഈ വൃത്തികെട്ട പണി കാണിച്ചത്? പ്രിയ, ഇത് ചെയ്തത് ആരാന്ന് ശരിക്കും എനിക്കറിയില്ല. പിന്നെ എന്തുകൊണ്ടാ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തെ? നമുക്കൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് പോലീസിൽ പോവാം. പ്രിയ, ഇതിന് പോലീസ് പോവാൻ പറ്റില്ല. അവര് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുക. ഒരുപക്ഷെ പോലീസ് പോയാ ഈ ക്ലിപ്പ് ഇന്റർനെറ്റിൽ ഇടുമെന്നാ പറയുന്നത്. പിന്നെ നിന്റെ ചേച്ചി അവിടുത്തെ കണ്ട അപ്പ ചാവും. ആരായിരിക്കും ഇത്? ഇതാ ചെറുക്കൻ ചെയ്ത പണിയായിരിക്കും. ഏത് ചെറുക്കൻ? ആ ചെറുക്കൻ തന്നെ. നീ അവനെ പൂജയോടൊപ്പം പിടിച്ചില്ലേ? എന്തായിരുന്നു അവന്റെ പേര്? ഗൗതം. അതെ, ഗൗതം. എന്റെ ദൈവമേ, ദൈവമേ. ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ ഒന്ന് സമാധാനിക്കാൻ നോക്ക്. ചേട്ടാ ചേട്ടാ എങ്ങോട്ടാ പോന്നേ? ചേട്ടാ വാതിൽ തുറക്ക്. ഞാൻ പറയുന്ന കേക്ക്, വാതിൽ തുറക്ക്. ചേട്ടാ വാതിൽ തുറക്കാൻ. ചേട്ടാ ചേട്ടാ ചേട്ടാ. എന്താ ചേട്ടാ ഇത്? എന്ത് മണ്ടത്തരായി കാണിക്കുന്നെ? ഒരിക്കലെങ്കിലും ആലോചിച്ച് നോക്കിയോ? ചേട്ടൻ പോയി കഴിഞ്ഞ പിന്നെ ചേച്ചി എന്ത് ചെയ്യുമെന്ന്? പൂജ ആര് നോക്കും?
ചേട്ടൻ ഇന്ന് പറഞ്ഞേ പറ്റൂ. ഇത്രയും വലിയൊരു തീരുമാനം എടുക്കാനും മാത്രം അങ്ങനെ എന്ത് പ്രശ്നമുള്ളത്? നോക്കൂ പ്രിയ, നീ ആ ക്ലിപ്പ് കണ്ടതല്ലേ? എന്നിട്ടും പ്രിയ, ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നെ വിട്, എന്നെ വിട്, എനിക്ക് മരിക്കണം. ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ചേച്ചിയെ ഓർത്തെങ്കിലും പറയണം. അവൻ അങ്ങനെ എന്താ വേണ്ടത്? പ്രിയ, പ്രിയ, അവൻ നിന്നെ അവന് നിന്നെ ഡ്രസ്സില്ലാതെ കാണണമെന്ന്. എന്തായാലും ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ആത്മഹത്യ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ഇനിയിപ്പോ ഒരുപക്ഷെ ആ ക്ലിപ്പിന്റെ കാര്യം അങ്ങനെ പുഷ്പ അറിഞ്ഞ അവൾ ആ നിമിഷം തന്നെ മരിക്കും. പിന്നെ എന്റെ കുടുംബം നശിച്ചു പോകും. എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കും. എന്റെ ദൈവം, എന്റെ കുടുംബം നശിച്ചു പോകും. എല്ലാം കൈവിട്ടു പോകും. കൈവിട്ടു പോകും. ഇല്ല പ്രിയ, നിന്റെ ചേട്ടന് എത്ര എമർജൻസി ഉണ്ടായാലും ശരി, അദ്ദേഹം ഒരിക്കലും പ്രാതല് കഴിക്കാതെയും ഈ ടിഫിൻ ബോക്സ് എടുക്കാതെയും പോകുകയേയില്ല. ചേട്ടാ, ചേട്ടാ! അതിന്റെ പേരിൽ ഞാനിപ്പോ എന്റെ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷെ നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ഇനി എങ്ങാനും ആ ക്ലിപ്പിനെ കുറിച്ച് പുഷ്പ അറിഞ്ഞാൽ അവൾ ആ നിമിഷം തന്നെ ചാവും. എന്റെ കുടുംബം നാഥനില്ലാതെ നശിച്ചു പോകും. എല്ലാം അവസാനിക്കും. പെൺകുട്ടികളെ ഏതെങ്കിലും കാര്യത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഇമോഷണലാക്കി MMS ഉണ്ടാക്കുക, അവരുടെ സമ്മതത്തോടെ വീഡിയോ എടുത്ത് ദുരുപയോഗം ചെയ്യുക, അങ്ങനെയുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട് തെറ്റായ രീതിയിൽ പണമുണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ പലതും ടിവിയിൽ കാണുന്നു, നമ്മൾ കേൾക്കുന്നു, കണ്ടിട്ട് മറന്നു കളയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ബന്ധത്തിലുള്ളവർക്ക് സംഭവിക്കാം. ഇതെല്ലാം കണ്ടതിനും കേട്ടതിനും ശേഷം എന്തുകൊണ്ട് ഇങ്ങനെ തെറ്റുപറ്റുന്നു? പ്രിയ അവളുടെ MMS ഉണ്ടാക്കിയത് ശരിയാണോ? അടുത്ത എന്താവും നമുക്ക് നോക്കാം. ഹേയ് പ്രിയ, നീ ഇതെങ്ങോട്ടാ പോകുന്നേ? നീ ഇനി എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കേ, ഇരുന്നാട്ടെ. നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നു. എന്റെ സംശയം കറക്റ്റായിരുന്നു. ഈ ചെറ്റത്തരമൊക്കെ കാണിച്ചത് ആ തെണ്ടി ഗൗതമ. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ MMS അവനെ കാണിക്കണമെങ്കിൽ എന്റെ മുന്നിൽ വെച്ച് നിന്റെ ചേച്ചിയുടെ MMS ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ മുന്നോട്ട് വന്നു. അവൻ എന്റെ കൺമുന്നിൽ വെച്ച് നിന്റെ ചേച്ചിയുടെ MMS ഡിലീറ്റ് ചെയ്തു. പിന്നെ ഒരു കാര്യം അറിയോ? നിന്റെ MMS കണ്ട് അവൻ പോകുന്ന വഴിക്ക് അവനൊരു ആക്സിഡന്റ് പറ്റി, അവൻ മരിച്ചുപോയി. ദേ ഫോട്ടോ ഉണ്ട്, അവന്റെ ഫോട്ടോ. ദേ നോക്കിയേ, ഇത് കണ്ടോ? ഇതാ നോക്ക്. അത് പോട്ടെ, അവൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അവന് കിട്ടി. ആ ശരി ശരി, ഇതാ ഇത് കഴിക്ക്, സ്വീറ്റ് കഴിക്ക്. ആ കാണിച്ച. ഇനി നിന്റെ ക്ലിപ്പിംഗ് ആർക്കും കാണാൻ പറ്റില്ല. ഇതാ ഇതും കൊണ്ട് കഴിക്ക്. ഇനി അങ്ങോട്ട് എല്ലാം കൊണ്ടും നമുക്ക് സന്തോഷമാ.
എന്നാ ഇത് കൂടെ കഴിക്കും. നിന്നെ ഇപ്പൊ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. നീ എന്താടി വിചാരിച്ചത്? നീയല്ലേ പറഞ്ഞത് എന്തുണ്ടായാലും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്? അതുകൊണ്ടാണ് ഞാൻ കൂടെ കിടന്നത്. നീ എത്ര പാവാടി. എത്ര പെട്ടെന്ന് ഞാൻ വിളിച്ച വലയിൽ നീ കുടുങ്ങിയത്. നിന്റെ ചേച്ചിയുടെ MMS അത് ഞാൻ തന്നെയാടി ഉണ്ടാക്കിയത്. പിന്നെ ആ ഗൗതം, അവനൊരു ഇൻഷുറൻസ് ഏജന്റാ. അതുപോലുള്ള ആയിരക്കണക്കിന് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഒരു ഫോട്ടോ നിന്നെ കാണിച്ചപ്പോ നീ വിശ്വസിച്ചു. മനുഷ്യനല്ല നീ, രാക്ഷസനാ, രാക്ഷസൻ. നീ ചെയ്ത ഈ കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. നീ എന്ത് പറയൂടി? ഞാൻ മനുഷ്യനല്ല, ഞാൻ ശരിക്കും ചെന്നായാടി. നീ എന്ത് പറയുന്ന? ഞാൻ നിന്നെ റേപ്പ് ചെയ്തു, ഞാൻ നിന്റെ ഡ്രസ് ഊരിക്കളഞ്ഞു. നീ സ്വയം തുണിയുറിഞ്ഞു ഒന്നുമില്ല നിൽക്കണ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. കാണിക്കട്ടെ? നിക്ക്, ഇപ്പൊ കാണിച്ചു തരാം. ഇതാ കാണാം. നോക്കടി. എന്താ കാര്യം? നിങ്ങൾ അവൾക്ക് എന്താ കാണിച്ചു കൊടുക്കുന്നത്? ചേച്ചി അത് പിന്നെ പ്രിയ, നിനക്ക് എന്താ മോളെ പറ്റിയത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ചേച്ചി അത് പിന്നെ എന്തു പറ്റി? എന്താന്ന്? ഒന്നുമില്ല ചേച്ചി, എനിക്ക് ചെറിയൊരു തലവേദന പോലെ. ഒന്ന് റെസ്റ്റ് എടുത്ത പിന്നെ ശരിയായിക്കോളും. പ്രിയ, ഇവൾക്ക് എന്താ പറ്റിയത്? എനിക്ക് കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല. ഗുഡ് മോർണിംഗ് പ്രിയ. ദേ കണ്ടില്ലേ, ഇപ്പോഴും നിന്റെ MMS ഞാൻ കാണുന്നത്. അപ്പോഴേക്കും നേരെ മുമ്പില്. എങ്ങോട്ടാ പോകുന്നത്? ഇനി ഞാൻ ഇവിടെ ഒരു മിനിറ്റ് പോലും നിൽക്കില്ല. എടേ, അത്ര പെട്ടെന്നൊന്നും നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല.
അയ്യോ അയ്യോ, ചേച്ചി ചേച്ചി. എന്തെങ്കിലും പറ്റിയോ? പതുക്കെ, പതുക്കെ, പതുക്കെ. പറ്റിയില്ലല്ലോ. കണ്ടില്ലേ, ഉടനെ ഒന്നും നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. അടുത്ത ആക്സിഡന്റ് ബൈക്കായിരിക്കില്ല, ട്രക്ക് കൊണ്ടായിരിക്കും. നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ നേടിക്കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും പ്ലീസ് എന്നെ പോവാൻ അനുവദിക്കും. ഞാൻ ആരോടും ഒന്നും പറയില്ല. നീ എന്ത് പറഞ്ഞാലും ഇവിടുന്ന് പോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പുഷ്പയും പ്രിയയും എനിക്ക് കൊല്ലേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ഇവർ രണ്ടുപേരും എനിക്ക് ഭാരമാണ്. ഒരുപാട് കാശും ചെലവാകുന്നുണ്ട്. നീ ഉടുതുണിയില്ലാതെ അഴിച്ചിട്ട് നിൽക്കുന്ന ആ ഫോട്ടോ എടുത്ത് ഞാൻ പോസ്റ്റ് ഒട്ടിക്കും, മനസ്സിലായോ? ദിനേശ് പ്രിയയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അവളുടെ ക്ലിപ്പിംഗ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവളെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ദിനേശിന്റെ ഈ ഭീഷണിയിൽ പ്രിയ ശരിക്കും ഭയന്നുപോയി. മിണ്ടാതിരുന്നെല്ലാം സഹിച്ചു. പ്രിയയുടെ ഏറ്റവും വലിയ ദുർഭാഗ്യം ഇതായിരുന്നു. അവളുടെ സഹോദരിക്ക് വേണ്ടിയെല്ലാം സഹിക്കുമ്പോൾ അവരെപ്പറ്റി പ്രിയയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. പ്രിയ ദിനേശിനെ കണ്ണുമടച്ച് വിശ്വസിച്ച് ആ SMS എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാതിരുന്നെങ്കിൽ ഈ അവസ്ഥ അവർക്ക് വരില്ലായിരുന്നു. പക്ഷേ പ്രിയ ദിനേശിന്റെ വലയിലായിപ്പോയി. വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ പ്രിയ വലിയ പടുകുഴിയിൽ വീണുപോയി. എത്ര ശ്രമിച്ചാലും പുറത്തു വരാൻ പറ്റാത്ത കുഴിയിൽ. പുഷ്പയുടെയും പൂജയുടെയും വീട്ടിൽ നിന്ന് പോയ ദിനേശ് തിരിച്ചു വന്നില്ല. പ്രിയയെ നിർബന്ധിച്ച് അവൻ പുതിയൊരു ബന്ധമുണ്ടാക്കി. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 2 മാസം മുൻപോട്ട് പോയി. അതിനുശേഷം പ്രിയ, ചേച്ചി, ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കരുത്. നാണം കെട്ട നായെ, ദ്രോഹി! ഞാൻ എത്രമാത്രം നിന്നെ വിശ്വസിച്ചു. എന്നെ വഞ്ചിച്ചിട്ട് എത്ര നല്ലവളെ പോലെ അഭിനയിക്കുന്നേ. നിനക്ക് നാണം ഇല്ലല്ലോ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഇടയ്ക്ക് വരാനേ പാടില്ല. ഈ വീട്ടിൽ നിന്ന് പ്രിയല്ല, നീയാ പോണ്ടത്. ഇറങ്ങണേ. ഇറങ്ങ. അച്ഛാ, നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത്? ഏയ്, അമ്മ എന്തിനാ ഇങ്ങനെ ഇറങ്ങടി. പറഞ്ഞു വിടുന്നത്? ഇറങ്ങാനാ പറഞ്ഞെ. അച്ഛാ, എന്താ ഇറങ്ങ്. ചെയ്യുന്നത്? അച്ഛാ, പറയുന്നത് ഇറങ്ങി കേൾക്ക്. ഇവിടുന്ന്. കുഞ്ഞ് അച്ഛനോട് ഒന്ന് പോ. പറയ്. പറയുന്നത് ഓട്. കേൾക്ക്. പോ. കുഞ്ഞാ, ഒന്ന് പറയാ. ഓട്. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നെങ്ങാനും പറഞ്ഞ അടുത്ത ആക്സിഡന്റ് ബൈക്ക് കൊണ്ടായിരിക്കില്ല, ട്രക്ക് കൊണ്ടായിരിക്കും. ദിനേശിന്റെ കയ്യിൽ പ്രിയയുടെ MMS. പുഷ്പയുടെ അടുത്ത് പൂജയെ കൊല്ലുമെന്നുള്ള ഭീഷണി മുഴക്കിയപ്പോൾ പൂജയും പേടിച്ച് ജീവിക്കുന്നു. ദിനേശ് ചെയ്യുന്ന ക്രൂരതകളെല്ലാം സഹിച്ച് ജീവിക്കേണ്ടി വരുന്നു. പുഷ്പയും പൂജയും അവരുടെ അധികാരത്തിന് വേണ്ടി ദിനേശിന്റെ മുമ്പിൽ ശബ്ദം ഉയർത്തിയപ്പോൾ ദിനേശ് ആ ശബ്ദത്തിനെ അടിച്ചമർത്തി. ദിനേശിനെ പോലൊരു ക്രിമിനലിന് മുമ്പിൽ ഇവരുടെ ശബ്ദം ഒന്നുമല്ലായിരുന്നു. പ്രിയ അകത്ത് കഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അവളുടെ അവസ്ഥ അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പ്രിയയ്ക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. അവൾ കീഴടങ്ങിയതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. പുഷ്പ പൂജയെ കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് പോയി. അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും അവളുടെ മനസ്സിൽ സഹോദരിയോടുള്ള പക വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പുഷ്പ വിശ്വസിച്ചു വെച്ചിരുന്നത് എന്താണ്? അവളുടെ സഹോദരി അവളുടെ ഭർത്താവിനെ സ്നേഹത്തിന്റെ വലയിൽ വീഴ്ത്തി എന്റെ കുടുംബം നശിപ്പിച്ചു. ഇവിടെ ദിനേശിന്റെ ഹൃദയത്തിൽ മുഴുവൻ പ്രിയ മാത്രമായിരുന്നു. ഇപ്പൊ അവരുടെ ജീവിതത്തിൽ റോഷിനി എന്ന് പറയുന്ന പുതിയൊരു പെൺകുട്ടി കൂടി കടന്നു വന്നിട്ടുണ്ട്. ഹേയ് പ്രിയ, ഇത് റോഷ്നി. ഇവള് കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും.
ഇതെന്റെ വീടാ. ഇവിടെ ഇതൊന്നും നടക്കില്ല. ഇറങ്ങി പോടി. ഏയ്, ഈ വീട്ടിൽ നിന്ന് ഇവളല്ല, നീ ഇറങ്ങി പോണ്ടത്. പോടി. വിട്. പോ. ഞാൻ പുഷ്പ ചേച്ചിയൊന്നുമല്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ. നീ എന്തൊരു വൃത്തികെട്ട ജന്മോ. എനിക്കറിയായിരുന്നു തന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം ഒരിക്കൽ എന്റെ ചേച്ചിക്ക് ഈ ഗതി വരുമെന്ന്. അതുകൊണ്ട് ഈ വീട് ഞാൻ എന്റെ പേരിൽ എഴുതി വാങ്ങിയത്. നിനക്ക് ബോധമില്ലാതിരുന്ന സമയത്ത്. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോണെങ്കിൽ അത് ഞാനായിരിക്കില്ല, നീ ആയിരിക്കും പോവാ. ഇനി ഒരിക്കൽ കൂടി നീ എന്റെ നേരെ കൈ ഓങ്ങിയാലുണ്ടല്ലോ, നീ കണ്ടവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. പക്ഷെ നിന്നെ ഞാൻ അയക്കുന്ന ജയിലിലേക്കായിരിക്കും. ഞാൻ പുഷ്പ ചേച്ചിയെ പോലെ മിണ്ടാതിരിക്കില്ല. നീ ഞങ്ങളുടെ ഒക്കെ ജീവിതം നശിപ്പിച്ചത്. പ്രിയ, പ്രിയ, നീ പറയുന്ന എല്ലാം ശരിയാ. ഞാൻ ഫ്രോഡാ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ. എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ല. ഇവൾ എന്നോട് എന്ത് മാജിക്കാ കാണിച്ചെന്നറിയില്ല. പ്രിയ, പ്രിയ, ഞാൻ നിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം, ഞാൻ നിന്നെ ഒരിക്കലും പറ്റിക്കില്ല പ്രിയ. ഇനി ഒരിക്കലും പറ്റിക്കില്ല. പ്ലീസ് ഇറങ്ങടി. ഇറങ്ങാൻ ഇറങ്ങാൻ ഇറങ്ങാൻ. ഓടി. നീ ഇവിടെ കണ്ടുവരുന്നത്. ഓടി. പുഷ്പ, പുഷ്പ, നീ എന്നോട് ക്ഷമിക്കണം. ആ പ്രിയയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് വലിയ തെറ്റാ ചെയ്തത്. എനിക്കറിയാം നീ എന്നെ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിനക്കൊരു കാര്യം കാണിക്കാം. ഒരു മിനിറ്റ്. ദാ ഇത് കണ്ടോ, ഇങ്ങനെയുള്ള വീഡിയോ എടുത്ത് എനിക്ക് അയക്കോള്. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, എടി പുഷ്പ, നിന്റെ സ്വന്തം ചേച്ചിയല്ലേ, നിന്റെ ചേച്ചിയുടെ ജീവിതം നീ നശിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവൾ അത്രയ്ക്ക് സെൽഫിഷ് ആയിരുന്നു. അവൾ എനിക്ക് ചായയിൽ മയക്കുമലർന്ന് കലർത്തി എന്നോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് അത് വീഡിയോ ആയിട്ട് എടുത്തു വെച്ചു. അവൾ എന്ത് പറഞ്ഞിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നറിയോ? എന്നോട് അവൾ പറയാ, ഇനി ഞാനെങ്ങാനും പോലീസ് പോയാ എന്നെയും പൂജയും കൊന്നുകളെന്നോട് പറഞ്ഞു. പുഷ്പ, അത് കേട്ടപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി. നിനക്കൊരു കാര്യം അറിയോ? നിനക്കും പൂജയ്ക്കും വേണ്ടി ഞാനൊരു വീട് വാങ്ങിച്ചില്ലേ? എനിക്ക് മയക്കുമരുന്ന് കലർന്നു വന്ന് അത് അവളുടെ പേരിലാക്കി. പിന്നീട് എനിക്ക് ചില കാര്യങ്ങൾക്ക് മനസ്സിലായത് അവൾക്ക് വേറെ പയ്യന്മാരുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ വീട്ടിൽ ചെന്ന് നോക്ക്. അവൾ എന്തൊക്കെയാ അവിടെ കാണിക്കുന്നതെന്ന്. അവളുടെ അഴിഞ്ഞാട്ടത്തിന് ഒരു ലിമിറ്റും ഇല്ല. എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ സ്വന്തം അനിയത്തി നമ്മുടെ ജീവിതത്തിലെ ശാപമായി മാറുമെന്ന്. നമ്മുടെ നല്ലൊരു കുടുംബജീവിതം ഒരു നിമിഷം കൊണ്ട് അവളെ തകർത്തില്ലേ? പുഷ്പ, അവള് ചെയ്ത കാര്യം ഓർക്കുമ്പോ അവളെ കൊന്നിട്ട് കുഴിച്ചു മൂടാനാ തോന്നുന്നു. എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. പക്ഷെ പൂജയുടെ നിന്റെ മുഖം കാണുമ്പോ എനിക്കതിന് കഴിയുന്നില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ അനിയനാണ് ഇതുപോലെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവനെ എന്നേ കൊന്നു കളഞ്ഞാണ്. ഈ സമയത്ത് ആരായിരിക്കും? ചേച്ചി, ചേച്ചി, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ചേച്ചി എന്നോട് ക്ഷമിക്കുമെന്ന്. ആത്തേക്ക് വാ ചേച്ചി. എന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി എനിക്ക് നിന്റെ പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ ശരി ചേച്ചി, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. എന്തോ ചേച്ചി, വേറെന്തെങ്കിലും വേണോ? എന്താ കാണിക്കുന്നു?
പുഷ്പ, നീ വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കും. പൂജ, പൂജ, മോളെ നീ എന്തിനാ കരയുന്നത്? എന്താ പറ്റിയത്? ഇത് ആരുടെ കത്താണ്? പ്രിയ കുഞ്ഞടയാ. ആ, പ്രിയയുടെ കത്തോ? ചേച്ചിക്ക് എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത്രയും കാലം എന്റെ ഒരു കത്തിനും മറുപടി തരാത്തത്. ചേച്ചി എന്റെ കത്ത് വായിച്ചിരുന്നെങ്കിൽ ചിലപ്പോ എന്നോട് ക്ഷമിക്കുമായിരുന്നു. ഞാൻ ചെയ്തതൊക്കെ എന്റെ നിസ്സഹായ അവസ്ഥ കാരണോ. ചേട്ടൻ എന്നെ അങ്ങേരുടെ വലയിൽ കുടുക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നെ കൊണ്ട് അനങ്ങാൻ പോലും പറ്റിയില്ല. അങ്ങേര് മിണ്ടാതിരുന്നപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞപ്പോഴും അതൊക്കെ വെറും നാടകമെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേച്ചിയുടെ MMS ആരും എടുത്തു വെച്ചിരിക്കാന്നും പറഞ്ഞ എന്നെ ഓരോ തവണയും പേടിപ്പിച്ചത്. അഥവാ ഞാൻ എന്റെ MMS എടുത്ത് ചേട്ടന് കൊടുത്തില്ലെങ്കിൽ അയാള് ചേച്ചിയും പൂജയും കൊല്ലുമെന്നാ പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ചേച്ചിയുടെയും പൂജയുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ഞാൻ എപ്പോ ഇവിടുന്ന് പോണോന്ന് പറഞ്ഞാലും നിങ്ങളെ രണ്ടുപേരെയും കൊന്നുകളയുമെന്ന് പറഞ്ഞ് ചേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തി. ചേച്ചിക്ക് ആക്സിഡന്റ് ഉണ്ടായതിന് കാരണം പോലും ചേട്ടനായിരുന്നു. ചേച്ചി പോയതിനു ശേഷം ചേട്ടൻ ഇവിടെ അഴിഞ്ഞാടുകയായിരുന്നു. ചേട്ടന്റെ ഈ വൃത്തികെട്ട സ്വഭാവം ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കുമെന്നാണ് ഞാൻ പേടിച്ചത്. ഒരു ദിവസം ചേട്ടൻ കുടിച്ച് അബോധാവസ്ഥയിലായിരുന്നപ്പോ ഞാൻ ആ വീട് എന്റെ പേരിലേക്ക് എഴുതി വാങ്ങിച്ചു. ഇപ്പൊ ഞാനത് ചേച്ചിയുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആർക്കും ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. ചേച്ചി പറ്റുമെങ്കിൽ ചേച്ചി ഈ കുഞ്ഞനുജത്തിയോട് ക്ഷമിക്കണം. ഇൻസ്പെക്ടർ സർ, ഇത് എന്റെ ഒരു അപേക്ഷയാണ്. അയാൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കണം. പുഷ്പ, നീ നടക്ക്. ഈ ദിനേശിനെ പോലെയുള്ള ക്രിമിനലുകൾ അവരുടെ കുറ്റം അത്ര പെട്ടെന്ന് സമ്മതിച്ചു തരില്ല. പക്ഷെ പോലീസിന്റെ 3rd ഡിഗ്രി ദിനേശിന്റെ മുകളിൽ പ്രയോഗിച്ചപ്പോൾ ദിനേശ് അവന്റെ കുറ്റമല്ല സമ്മതിച്ചു. ദിനേശ് കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് പോലീസ് പ്രിയയുടെ ഡെഡ് ബോഡി കാട്ടിൽ നിന്ന് കണ്ടെടുത്തു. പുഷ്പ സർക്കാരിന്റെ മാപ്പുസാക്ഷിയായി. അന്ന് പ്രിയ എഴുതി വെച്ച കത്ത് പൂജ വായിച്ചില്ലായിരുന്നെങ്കിൽ ഈ വൃത്തികെട്ടവന്റെ മുഖം ആർക്കും തിരിച്ചറിയാനാവില്ലായിരുന്നു. പ്രിയയുടെ ഈ ജീവിതം കാണുമ്പോൾ നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇതേപോലെ ആൾക്കാരുണ്ട്. അവരുടെ സുഖത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വന്ന് ബ്ലാക്ക് മെയിലിന്റെ MMSന്റെ ചതിക്കുഴിയിൽ മറ്റുള്ളവരെ പെടുത്തുന്നവർ. ഇതിൽ പെട്ടുപോയ ആണായാലും പെണ്ണായാലും സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ വില നഷ്ടപ്പെടുമെന്ന് കരുതി ആരോടും ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഓർത്തോളൂ, ഇങ്ങനെ ഒരു ചതിയുടെ ഇരയായി നിങ്ങൾ മാറിയാൽ ഈ വിവരം നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കൂ. അതല്ല, നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ പെട്ടുപോയാൽ ആദ്യം അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കൂ, ധൈര്യം കൊടുക്കൂ, പോലീസിൽ പോയി പരാതി കൊടുക്കാനുള്ള സഹായങ്ങൾ നൽകൂ. ഒരുപക്ഷെ ആ വ്യക്തി വേണ്ട എന്ന് പറഞ്ഞാൽ
നിങ്ങൾ സ്വയം പോലീസ് സ്റ്റേഷനിൽ പോയി ഈ വിവരങ്ങൾ അറിയിക്കൂ. ഓർത്തിരിക്കണം, കുറ്റവാളി ഇനി എത്ര വലിയ അപകടകാരിയായിരുന്നാലും പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളോട് അലർട്ടായിരിക്കണം. ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള MMS കളി കളിക്കുന്നവരോട്. ഇന്ന് വിട പറയുന്നു ഗിരീഷ് ജെയിൻ. ക്രൈം അലർട്ടിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും കാണും ഇതേപോലെ മറ്റൊരു സംഭവവുമായിട്ട്. അതുവരെ അലർട്ടായിരിക്കൂ, സേഫ് ആയിരിക്കൂ.